ഇറാഖി മിനിസ്ട്രി ഓഫ് വാട്ടർ റിസോഴ്സ് ഈ കഴിഞ്ഞിടെ പുറത്തുവിട്ടതായിരിക്കുന്ന ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്നത് യൂഫ്രട്ടീസ് നദി 2040 വറ്റിപ്പോകും എന്നാണ് പറയുന്നത്. യൂഫ്രട്ടീസ് നദി 1800 മൈൽസ്, അതായത് ഈസ്റ്റേൺ ടർക്കിയിലെ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നതായിരിക്കുന്ന ഈ നദി ടർക്കിയിലൂടെ ഒഴുകി സിറിയയിലൂടെ ഇറാഖിൽ എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു നദിയാണ് ഈ യൂഫ്രട്ടീസ് എന്ന് പറയുന്നത്. മെസോപ്പൊട്ടോമിയ, അതേപോലെ സംസ്കാരങ്ങളുടെ കളിത്തൊട്ടിൽ എന്ന് പറയുന്ന ആ വലിയ സംസ്കാരത്തിന് ജന്മം നൽകിയതായിരിക്കുന്ന ഒരു നദിയാണ് ഈ യൂഫ്രട്ടീസ് എന്ന് പറയുന്ന നദി. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂഫ്രട്ടീസും ടൈഗ്രീസ് എന്ന് പറയുന്ന നദികൾ ലോകത്തിലെ തന്നെ വളരെ പ്രശസ്തമായിരിക്കുന്ന നദികളാണ്. അപ്പോൾ എന്നിരിക്കെയാണ് ഈ യൂഫ്രട്ടീസ് എന്ന് പറയുന്ന ഈ നദി 2040 വറ്റിപ്പോകും എന്നുള്ളതായിരിക്കുന്ന ഒരു പഠനം ഇറാഖി മിനിസ്ട്രി ഓഫ് വാട്ടർ റിസോഴ്സ് പുറത്തുവിടുന്നത്. ഈ റിപ്പോർട്ടിന് UN പോലും എന്ത് ചെയ്യുന്നുണ്ട്, അതിന് സാധുത കൽപ്പിക്കുന്നുണ്ട്. മാത്രമല്ല 2013 നാസ പുറത്തുവിട്ടതായിരിക്കുന്ന ഒരു പഠനം ഇതിനെ സാധൂകരിക്കുന്നതാണ്. ഇന്ന് ഈ ഭൂമിയിൽ നടക്കുന്നതായിരിക്കുന്ന ക്ലൈമറ്റ് ചേഞ്ച്, അതാണ് ഈ ഒരു പ്രതിഭാസത്തിന് കാരണമെന്നാണ് ശാസ്ത്രപക്ഷം അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകളുടെ പക്ഷം. ഇത് വാഷിങ്ടൺ പോസ്റ്റാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. അതിലൂടെ ഈ വാർത്ത പുറത്തു വന്നു. ഇതുമായി ബന്ധപ്പെട്ടിട്ട് വെളിപാട് പുസ്തകത്തിലെ 16-ാം അധ്യായത്തിലെ 12-ാമത്തെ വാക്യം വളരെ പ്രസക്തമാണ്. ചില ബൈബിൾ പണ്ഡിതർ ഇതുമായി ബന്ധപ്പെട്ട് ചില കമൻട്രികൾ ഇത് പുറത്തിറക്കുകയാണ്. അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ബൈബിളിലെ ഒരു പ്രവചനത്തിൻ്റെ നിവർത്തിയുടെ ആരംഭമാണ് എന്നുള്ള നിലയിലാണ്. അതിനവർ മുന്നോട്ട് വെക്കുന്നതായിരിക്കുന്ന വാക്യമാണ് ഈ 16-ാമത്തെ അധ്യായത്തിലെ 12-ാമത്തെ വാക്യം എന്ന് പറയുന്നത്. അതിങ്ങനെയാണ് പറയുന്നത്: 6-ാമത്തവൻ തൻ്റെ കലശം യൂഫ്രാത്തസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുക്കേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി എന്നാണ് പറയുന്നത്. ഇതാണ് വാക്യം. അതായത് ലോകാവസാന കാലഘട്ടത്തിൽ ഒരു യുദ്ധം സംഭവിക്കും. ആ യുദ്ധത്തെ ബൈബിൾ വിളിക്കുന്നത് അർമഗദോൻ യുദ്ധം എന്നുള്ള നിലയിലാണ്. ഈ അർമഗദോൻ യുദ്ധം നടക്കുന്ന സമയത്ത് കിഴക്ക് നിന്ന് വരുന്നതായിരിക്കുന്ന സൈന്യം, ആ സൈന്യത്തെയാണ് 3 രാജാക്കന്മാർ എന്ന് പറയുന്നത് എന്നുള്ള നിലയിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് അർമഗദോൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് വരുന്നതായിരിക്കുന്ന ഒരു വലിയ സൈന്യം, അത് കിഴക്ക് നിന്ന് വരുന്നതായിരിക്കുന്ന സൈന്യം. ആ സൈന്യം ആർക്കെതിരായിട്ടാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിന് എതിരായിട്ട് വരുന്നതായിരിക്കുന്ന ഒരു സൈന്യം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പ്രവചനം പറഞ്ഞു വരുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ചില ക്രൈസ്തവ ഗോളങ്ങളിൽ ഇത് വളരെ വലിയ ചർച്ചയ്ക്കൊക്കെ കാരണമായി. ഇപ്പോൾ ഈ യൂഫ്രട്ടീസ് നദിയിലെ വെള്ളം വറ്റുന്നത് പ്രവചന നിവൃത്തിയുടെ തുടക്കമാണ് എന്നുള്ള നിലയിലൊക്കെ കാര്യങ്ങളും ചർച്ചകളും വ്യാഖ്യാനങ്ങളും ഒക്കെ മുന്നോട്ട് പോവുകയാണ്. എന്നിരുന്നാലും ഇതിനെ സംബന്ധിച്ച് സയൻറ്റിസ്റ്റുകൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. മാത്രമല്ല ടർക്കിയും ഇറാനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നദികളിലെ ഡാം കെട്ടുന്നത് അത് ഇതിനെ ബാധിക്കുന്നു എന്നുള്ളതാണ്.